ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ മാസം നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ തെറ്റായ വിവരങ്ങൾ പറഞ്ഞ പാകിസ്ഥാനെ വിമർശിക്കുകയായിരുന്നു ഇന്ത്യ. പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത കാരണം 65 വർഷം പഴക്കമുള്ള കരാർ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ പർവതനേനി ഹരീഷ് പറഞ്ഞു. ജലം ജീവനാണ്, യുദ്ധായുധമല്ല എന്ന് പറഞ്ഞ പാകിസ്ഥാൻ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ കരാർ വിഷയം ഉന്നയിച്ചതിനു ശേഷമാണ് ഇന്ത്യയുടെ പ്രതികരണം. 1960 ഒപ്പുവെച്ച കരാർ ഏപ്രിൽ 23 ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു. പഹൽഗാം ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനു ശേഷമായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി. ഭീകരാക്രമണവുമായി അതിർത്തി കടന്നുള്ള ബന്ധം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യ നടപടി സ്വീകരിച്ചത്. നദീതീര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ എപ്പോഴും ഉത്തരവാദിത്തത്തോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നും ഹരീഷ് പറഞ്ഞു. ഇന്ത്യ 65 വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദീജല കരാറിൽ ഏർപ്പെട്ടത് നല്ല വിശ്വാസത്തോടെയാണ്. 6.5 പതിറ്റാണ്ടിനിടയിൽ 3 യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങളുമായി പാകിസ്ഥാൻ ആ കരാറിന്റെ ആത്മാവ് ലംഘിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ 20,000-ലധികം ഇന്ത്യക്കാർ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന കണക്കും അദ്ദേഹം സഭയിൽ പറഞ്ഞു. ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരത സാധാരണക്കാരുടെ ജീവൻ, മതസൗഹാർദ്ദം, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയെ തകർക്കാൻ ശ്രമിക്കുന്നു. 65 വർഷത്തിനിടയിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ വഴിയുള്ള സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കുന്നതിൽ മാത്രമല്ല, ശുദ്ധമായ ഊർജ്ജം, കാലാവസ്ഥാ വ്യതിയാനം, ജനസംഖ്യാ വ്യതിയാനം എന്നിവയ്ക്കുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതകളിലും ദൂരവ്യാപകമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു. സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിനായി അണക്കെട്ട് അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള സാങ്കേതിക വിദ്യയിൽ മാറ്റം വന്നിട്ടുണ്ട്. പഴയ അണക്കെട്ടുകളിൽ ചിലത് ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾ നേരിടുന്നുണ്ട്. എന്നിരുന്നാലും ഈ അടിസ്ഥാന സൗകര്യങ്ങളിലെ മാറ്റങ്ങളും ഉടമ്പടി പ്രകാരം അനുവദീയമായ വ്യവസ്ഥകളിലെ മാറ്റങ്ങളും പാകിസ്ഥാൻ നിരന്തരം ലംഘിക്കുന്നു. 2012 ജമ്മു കാശ്മീരിലെ തുൽബുൾ നാവിഗേഷൻ പദ്ധതി പോലും തീവ്രവാദികൾ ആക്രമിച്ചതായി ഹരീഷ് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തിനിടെ നിരവധി തവണ കരാർ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യ പാകിസ്ഥാനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും പാകിസ്ഥാൻ ഇവ നിരസിക്കുന്നത് തുടരുകയാണ്. കൂടാതെ ഇന്ത്യയുടെ നിയമാനുസൃത അവകാശങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കുന്നത് തടയുന്നതിനായി പാകിസ്ഥാന്റെ തടസ്സവാദം ഉന്നയിക്കുന്നതും തുടരുന്നു. ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ കരാർ നിർത്തിവെക്കുമെന്ന് ഇന്ത്യ ഒടുവിൽ പ്രഖ്യാപിച്ചെന്നും ഇന്ത്യൻ അംബാസിഡർ കൂട്ടിച്ചേർത്തു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്നായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായത്. ഭീകരാക്രമണത്തിൽ അതിർത്തി കടന്നുള്ള ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യ മെയ് 7 ഓപ്പറേഷൻ സിന്ധൂറിന് തുടക്കം കുറിച്ചു. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തു. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങളെയും ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ആളപായമില്ലാതെ തകർത്തിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളും ആക്രമിച്ചിരുന്നു. മെയ് 10 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.